മീൻകായ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടു. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ശേഷം നമ്മൾ അതിലേക്ക് മീൻ വേവിച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഫില്ലിങ് റെഡിയായി. പിന്നെ നമ്മൾ അതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പത്തിരിപ്പൊടി എടുത്തു. അതിനുശേഷം തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് കുഴച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അതിങ്ങനെ പരത്തിയെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങും കൂടി ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളതുപോലെ തന്നെ ഫില്ലിങ് ഇട്ടു, മാവെടുത്ത് ഫില്ലിങ് ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്യണം. അതൊന്ന് ആവിക്ക് വേവിക്കുക. ആവിക്ക് വേവിച്ചതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂൺ മൈദയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബാറ്ററിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി. ശേഷം നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മീൻകായ് അതിൽ മുക്കിയിട്ട് നമ്മളത് പൊരിച്ചെടുക്കുക. ആ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മളത് പൊരിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മുടെ മീൻകായ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് കൂടിയാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാം.